നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5-ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. നാളത്തെ വിഷുവിന് അച്ഛന്റെ കയ്യിൽ നിന്ന് കൈനീട്ടം വാങ്ങാൻ അവർ വന്ന അവരോട് നിങ്ങൾ ആരും മോശമായിട്ട് ഒരു വാക്ക് പോലും പറയാൻ പാടില്ല. പറഞ്ഞ പിന്നെ ഒരു വിഷുവിനും കൈനീട്ടം വാങ്ങാൻ ഞാൻ ഈ വീട്ടിലുണ്ടാവില്ല. ഇതൊരു വിഷു കൈനീട്ടമാണെന്ന് കരുതിയാൽ മതി. സെയിൽസ് ഡിപ്പാർട്ട്മെന്റ് ഹെഡായിട്ട് അനൂപിനെ നിയമിക്കാനാ തീരുമാനം. ഏതായാലും അവനതറിയുമ്പോ വലിയ സന്തോഷാവും. ഞാൻ വിഷു കൈനീട്ടമെന്നൊക്കെ വെറുതെ പറഞ്ഞ ഇത് അവൻ അർഹിക്കുന്നത് തന്നെയാ. അത്രയ്ക്ക് കഠിനാധ്വാനി അവൻ. എന്നാ എല്ലാരും അകത്തേക്ക് വാ. നടക്ക്. ഏയ്, എന്തുപറ്റി? താനാകെ മൂഡ് ഓഫ് ആണല്ലോ. നാളെ വിഷു അല്ലേ, അപ്പുറത്ത് വിഷുക്കണി എടുക്കുന്നതിന്റെ തിരക്കാ. അതിനെന്താ, നമുക്കും വിഷുക്കണി ഒരുക്കാലോ. ആദ്യം അച്ഛന്റെ കയ്യിന്ന്, പിന്നെ ഏട്ടന്മാരുടെ. എല്ലാ വർഷവും അങ്ങനെയായിരുന്നു. ഇത്തവണ ഞാൻ ഒറ്റയ്ക്കായിപ്പോയി. ഒറ്റയ്ക്കല്ലല്ലോ, ഞാനില്ലേ. സാരില്ലടോ, നമുക്ക് നമ്മൾ മതി. രാവിലെ വിളക്ക് കൊളുത്തി വെച്ച് പരസ്പരം കൈനീട്ടം കൈമാറി നമുക്ക് വിഷു ആഘോഷിക്കാം. എല്ലാ വർഷവും ഞാൻ അച്ഛനൊരു കസവും കൊണ്ട് വാങ്ങിക്കൊടുക്കും. അതിനെന്താ, ഇത്തവണയും അതിനൊരു മുടക്കം വരുത്തണ്ട. അച്ഛന് കൈനീട്ടമായിട്ട് നമുക്കൊരു കസവും കൊണ്ട് തന്നെ വാങ്ങിക്കൊടുക്കാം. പക്ഷേ കൊടുത്താ തന്റെ അച്ഛനത് വാങ്ങുമോ? അച്ഛൻ വാങ്ങും, എനിക്ക് തുറപ്പാ. അച്ഛൻ വാങ്ങുമായിരിക്കും, പക്ഷേ ഏട്ടന്മാര് ഒരു നല്ല ദിവസമായിട്ട് അവരെന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയ എല്ലാവരുടെ ഒരു നല്ല വിഷു നഷ്ടപ്പെട്ടത് നമ്മൾ കാരണമാണെന്ന് പറയില്ലേ? അതുകൊണ്ട് നമുക്ക് നമ്മുടെ വിഷു ഇവിടെ തന്നെ ആഘോഷിച്ചാൽ പോരെ? അവരുടെ ആഘോഷമൊക്കെ കഴിഞ്ഞ് നമുക്ക് അച്ഛന് കൈനീട്ടം കൊടുക്കാം. അതല്ലേ നല്ലത്? അത് മതി. എടുത്തി എടുത്തി എന്തിനാ അവർക്ക് വേണ്ടി ഇങ്ങനെ സംസാരിക്കുന്ന? നന്ദേട്ട ഒരിക്കലും സമ്മതിക്കാൻ പോകുന്നില്ല. നന്ദേട്ട മാത്രമല്ല, ഞാനും. ഇത്രയ്ക്ക് വൈരാഗ്യം കാണിക്കേണ്ട കാര്യമുണ്ട് സന്ദീപേ? കാര്യമുണ്ട്. അവള് മറ്റാരെ കല്യാണം കഴിച്ചാലും ഞങ്ങൾ അംഗീകരിക്കുമായിരുന്നു. അന്ന് അവള് നമ്മളോട് ചെയ്തൊക്കെ എടുത്തി മറന്നുപോയോ? സന്ദീപേ, ഇതിപ്പോ സ്നേഹം ധനുഷ് ഇവിടെ വേണമെന്നുള്ളത് അച്ഛന്റെ ആഗ്രഹ. അന്ന് കുഞ്ഞുങ്ങളുടെ ചോറൂണ് ചടങ്ങിന് ഒരു തവണ അവർ ഈ വീട്ടിനകത്ത് വന്നു. അന്നത് അച്ഛന്റെ ആഗ്രഹത്തിന് വഴങ്ങിയ ഞങ്ങളത് സമ്മതിച്ചത്. പക്ഷേ ഇനിയത് പറ്റില്ല. വാശിയും വൈരാഗ്യവും എല്ലാ കാലത്തും കൊണ്ടു നടക്കാനുള്ളതല്ല. പരസ്പരം യുദ്ധം ചെയ്തും കൊന്നിട്ടും മാത്രമല്ല ജയിക്കുന്നത്. ക്ഷമിക്കുന്നതും വലിയൊരു ജയം തന്നെയാ. അങ്ങനെ ഇപ്പൊ അവളോട് ക്ഷമിച്ചിട്ട് ഞങ്ങൾക്ക് വിജയിക്കണ്ട. സന്ദീപേ, നമുക്ക് ചുറ്റും സന്തോഷത്തോടെ ജീവിക്കുന്നുവെന്ന് നമ്മൾ കരുതുന്ന പലരും യഥാർത്ഥത്തിൽ സന്തോഷിക്കുന്നവരല്ല. മറ്റുള്ളവരുടെ മുമ്പിൽ സന്തോഷം അഭിനയിക്കുന്നവരാ. ഇഷ്ടമുള്ളവരോടൊപ്പം ജീവിക്കുന്നത് ഈ ലോകത്തിലെ ഏറ്റവും സന്തോഷമുള്ള കാര്യം. ഇഷ്ടമില്ലാത്തവരോടൊത്തുള്ള ജീവിതത്തിലെ ഏറ്റവും വലിയ ദുരന്തവും. സ്നേഹ അവൾക്ക് ഇഷ്ടമുള്ള ഒരാളെയല്ലേ കല്യാണം കഴിച്ചേ? സ്നേഹയുടെ സന്തോഷമാണോ അതോ കണ്ണീരാണോ നിനക്ക് കാണേണ്ടേ? എന്റെ തീരുമാനം ഞാൻ നിന്നോട് പറയാം. നാളത്തെ വിഷുവിന് അച്ഛന്റെ കയ്യിൽ നിന്ന് കൈനീട്ടം വാങ്ങാൻ അവർ വന്ന അവരോട് നിങ്ങൾ ആരും മോശമായിട്ട് ഒരു വാക്ക് പോലും പറയാൻ പാടില്ല.
പറഞ്ഞ പിന്നെ ഒരു വിഷുവിനും കൈനീട്ടം വാങ്ങാൻ ഞാൻ ഈ വീട്ടിലുണ്ടാവില്ല. ഇത് നന്ദേട്ടനോട് കൂടി നീ പറയ്. എടുത്തി നിന്റെ മുഖം കണിയണ്ടോണ്ട് എന്റെ ഒരു വർഷം പോയി. നിങ്ങൾ എന്റെ മുഖം കണി കണ്ടാൽ മതി എന്ന് തീരുമാനിച്ചത് ഞാനല്ല, ഗുരുവായൂരപ്പനാ. ഇല്ലെങ്കിൽ ഇവിടെ തന്നെ വന്ന് വീഴേണ്ട കാര്യമില്ലല്ലോ. നീ മനഃപൂർവ്വം എന്നെ വീഴ്ത്തിയതാണോന്ന് എനിക്ക് സംശയമുണ്ട്. നല്ലൊരു ദിവസമായിട്ട് ഇങ്ങനെ വഴക്കിടല്ലേ മക്കളെ. എല്ലാവരും തൊഴുതു പ്രാർത്ഥിക്കും. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.